ഹായ് എവ്രി വൺ, ജൂനിയർ അനലിസ്റ്റ് KMMLന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഈ സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 61 to 80 നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കാണും. ഈ ആൻസർ കീ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരാൻ പോകുന്ന അനലിസ്റ്റ് പോസ്റ്റ്, കേരാഫെഡിൻ്റെ അനലിസ്റ്റ് പോസ്റ്റിനും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിനേഷൻ വരുന്നുണ്ട് അല്ലേ. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിനേഷൻ വരുന്നുണ്ട്, HSIയുടെ എക്സാം വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഈ രീതിയിലുള്ള ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെഷനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അനലിസ്റ്റ് എക്സാമിൽ റിപ്പീറ്റ് ചെയ്തതായി കാണുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, PYQ ഡിസ്കഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പാർട്ടും നിങ്ങൾ നോക്കിക്കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്രയാണ് വെയിറ്റേജ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്താണ് വെയിറ്റേജ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നമുക്ക് ഈ സെഷനിലേക്ക് പോകാം. സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ചൂസ് ദി മേജർ പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയേജന്റ് നോക്കുക. ആൽക്കീൻ ഉണ്ട്, നമുക്ക് വേറെ എന്തുണ്ട്, ഓസ്മിയം ടെട്രോക്സൈഡ്. ആൽക്കീനും അതേപോലെ തന്നെ ഓസ്മിയം ടെട്രോക്സൈഡുമാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സിൻ ഹൈഡ്രോക്സിലേഷൻ, നിങ്ങൾ കണ്ടോ നമ്മുടെ ലെക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൻ ഹൈഡ്രോക്സിലേഷൻ ആയിരിക്കും നടക്കുക. സെയിം സൈഡ് അഡീഷൻ. അതേപോലെ തന്നെ നമ്മൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, MCPBA, മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ് സ്ട്രക്ചർ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ ആണ് നടക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്. അതേപോലെ തന്നെ KMnO4. ഈ റിയേജൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, KMnO4. ഞാൻ ആൻസർ കീ ഡിസ്കഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നത് നാളെ ഈ ചോദ്യം എക്സാമിന് ചോദിച്ചേക്കാം. KMnO4, ഓസ്മിയം ടെട്രോക്സൈഡ് എന്ത് അഡീഷൻ ആണ്, സിൻ ഹൈഡ്രോക്സിലേഷൻ ആണ്. അതേസമയം MCPBA ആൻറ്റി അഡീഷൻ ആണ് നടത്തുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. എന്തായിരിക്കും, ദാ സൈക്ലോഹെക്സെയിൻ ദാ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. ആൻഡ് വി വിൽ ഹാവ് വാട്ട്, യെസ് OH. എന്ത് പൊസിഷനാണ്, യെസ് സിസ് ആയിരിക്കും. സിസ് 1,2 സൈക്ലോഹെക്സെയിൻ ഡയോൾ. ഇത്ര കാര്യമേ ഉള്ളൂ. ഓപ്ഷൻ ഡി പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒക്കെ മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രെഡിക്റ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ നോക്കിയേ, ഇയാൾ C2H5O- ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും, എത്തോക്സൈഡ് അയോൺ അല്ലേ. എത്തോക്സൈഡ് അയോൺ ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ബേസ് ആകുമ്പോൾ ഇവർ ആരെ അബ്സ്ട്രാക്ട് ചെയ്യണം, ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ, H+നെ അബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എവിടെ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുകയാണ്, ഈ കാർബണിനെ ഞാൻ നമ്പർ ചെയ്യുകയാണ്. നോക്കോളൂ, ഇതിനെ ഞാൻ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യാണ്. ഞാനൊന്ന് താഴെ എടുത്ത് വരയ്ക്കാം. ഇവരെ ദാ CN ദാ ഇങ്ങനെ 1 ഇങ്ങനെ വരും അല്ലേ. ദിസ് ഇസ് CN. ഇനി നോക്കിക്കോളെ, ഇവിടെ ഒരു ബേസ് ഉണ്ട് വിച്ച് ഇസ് C2H5O-. ഇവരെന്ത് ചെയ്യും, ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഏത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും, യെസ് ആൽഫ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അതായത് ഈ CN എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അങ്ങനെയാകുമ്പോൾ ഈ ഹൈഡ്രജൻസ് എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. ഈ ഹൈഡ്രജൻ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പോയിട്ട് ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. സോ വി വിൽ ബി ഗെറ്റിംഗ് വോട്ട്, യെസ് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. അതായത് നോക്കിക്കോളൂ, CN വിത്ത് വോട്ട്, യെസ് ഇങ്ങനെ യെസ് CN വിത്ത് എ നെഗറ്റീവ് ചാർജ്, ഇനി ഇവിടെ എന്താ നടക്കുക നോക്കിക്കോളെ, ഇവിടെ CN ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി C∏N. ഇനി ഈ നെഗറ്റീവ് ചാർജ് പോയിട്ട് ദാ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. നോക്കൂ, ഓക്കെ. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു, ഒരു ഇൻട്രാമോളിക്കുലാർ സൈക്ലൈസേഷൻ നടക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്, ഇൻട്രാമോളിക്കുലാർ സൈക്ലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 1, 2, 3, 4, 5th കാർബണിലാണ് പോയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്, റൈറ്റ്. യെസ്, 5 കാർബണുള്ള ഒരു റിങ് ഫോം ചെയ്യും. 5 കാർബണുള്ള റിങ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ദാ ഈ കാർബണിൽ എന്തുണ്ട്, യെസ് നമുക്കൊരു ഡബിൾ ബോണ്ട് Nഉം ഉണ്ട്, N- അല്ലേ.
എൻ മൈനസ് എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ എബ്സ്ട്രാക്ട് ചെയ്തിട്ട് NH ഫോം ആവും. വിച്ച് മീൻസ് ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇമൈൻ ടൈപ്പ് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ്? NH. നമ്മൾ സ്റ്റീഫൻസ് റിയാക്ഷനിലൊക്കെ കണ്ട ഇമൈൻ. ഓക്കെ, ആൻഡ് ഇവിടെ എന്തും കൂടെ ഉണ്ടാകും? ഇവിടെ CN കൂടെ ഉണ്ടാകും. കാര്യം മനസ്സിലാക്കണം. ഈ ഫസ്റ്റ് കാർബൺ ആണ് ഈ കാർബൺ. ഓക്കെ, 1 2 3 4 ആൻഡ് ദെൻ വോട്ട് 5. ഈ ഫിഫ്ത്ത് കാർബണിൽ എന്തുണ്ടാവും? C ഡബിൾ ബോണ്ട് NH എന്നുള്ള രീതിയിൽ ഫോം ചെയ്യും. ഇവിടെ എന്തായിരിക്കും? നമ്മുടെ CN ഉണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കുകയാണ്. സോ ഐ എം ഫൈനലി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? 5 കാർബണുള്ള ഒരു റിങ് ആൻഡ് ഐ ഹാവ് CN ഓവർ ഹിയർ ആൻഡ് ഇവിടെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് NH. ഓക്കെ, നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 ആൻഡ് ദെൻ 5. ഇനി ഇതിനെന്ത് ചെയ്യാണ്? ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഈ ഇമൈന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വിൽ ബി ഗെറ്റിംഗ് വോട്ട്? സോറി ഫോർ ദിസ്, വിൽ ബി ഗെറ്റിംഗ് CN വിത്ത് എ ഡബിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. H2O ആണെങ്കിൽ H3O പ്ലസിന് പകരം H2O ആണെന്ന് വിചാരിക്കുക. ഹൈഡ്രോളൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? ഓക്സിജൻ ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് എന്ത് കിട്ടും? NH3 നമുക്ക് ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് കിട്ടും. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ A, 62A ആണ്. ഓൾറൈറ്റ്, ഇനി predict the product below mentioned reaction എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? NaBH4 സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ്. റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ? റെഡ്യൂസിങ് ഏജന്റ്. അപ്പം നമുക്കറിയാം കീറ്റോണിനെ ഇവരെന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? കീറ്റോണിനെ NaBH4 സെക്കൻഡറി ആൽക്കഹോളിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? NaBH4 ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ കാര്യം എന്താണ്? കോൺജുഗേറ്റഡ് കീറ്റോൺ ആണ്. ഇവിടെ എന്താണ്? സോറി ഫോർ ദിസ്, ഇവിടെ എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി എ കോൺജുഗേറ്റഡ് കീറ്റോൺ അല്ലേ? ഇതെന്താണ്? കോൺജുഗേറ്റഡ് കീറ്റോൺ ആണ്. അതേസമയം ഇയാൾ എന്താണ്? ഇയാൾ നോൺ കോൺജുഗേറ്റഡ് കീറ്റോൺ ആണ്. ഇവിടെ കോൺജുഗേഷൻ ഉണ്ടോ? ഇല്ല, നോൺ കോൺജുഗേറ്റഡ് കീറ്റോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും റിഡക്ഷൻ നടക്കുക? നോൺ കോൺജുഗേറ്റഡ് കീറ്റോണിന് റിഡക്ഷൻ നടക്കും. ഇവിടെ എന്ത് സംഭവിക്കത്തില്ല? റിഡക്ഷൻ നടക്കത്തില്ല. കോൺജുഗേറ്റഡ് കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? NaBH4ന് പറ്റത്തില്ല. കാരണം സെലക്റ്റീവ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ അതേപോലെ പ്രിസേർവ് ചെയ്യപ്പെടും. ഈ ഡബിൾ ബോണ്ട് O എന്ത് ചെയ്യപ്പെടും? OH ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ, നോട്ട് ദിസ് വൺ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ A. അടുത്ത് നോക്കിക്കോളെ, ചൂസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് അമൈൻസ്. ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ റോങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആക്ച്വലി റോങ് ആണ്. അതായത് ഇവിടെ മീഡിയം ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഗ്യാഷ്യസ് മീഡിയം ആണ് പറയുന്നതെങ്കിൽ ഇതായിരുന്നു ഓർഡർ. അതായത് ടേഴ്ഷറി ഗ്രേറ്റർ ദാൻ വോട്ട്, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഇനി അതേസമയം അക്വസ് ആണ് പറയുന്നതെങ്കിൽ ഇതായിരിക്കും കറക്റ്റ്, വിച്ച് ഇസ് സെക്കൻഡറി, പ്രൈമറി, ദെൻ ടേഴ്ഷറി എന്നുള്ള രീതിയിൽ. അതിൻ്റെ രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. മീത്തൈലാണെങ്കിൽ സെക്കൻഡറി, പ്രൈമറി, ടേഴ്ഷറി. PSC കൊടുത്തിരിക്കുന്ന ആൻസർ കീ A ആണ്. പക്ഷേ ഇവർ എന്ത് ചെയ്തിട്ടില്ല? മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 65, ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ കാര്യം കേർട്ടിയസ് റീഅറേഞ്ച്മെൻറ്റ് ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 300+ വ്യൂസ് ഒക്കെ ഉള്ളൂ. എന്നിരുന്നാലും നോക്കി, സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആസിഡ് ക്ലോറൈഡ് സോഡിയം അസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അസൈഡ് നമുക്ക് കിട്ടും. അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RNH2. ഇതിനെയാണ് മക്കളെ കേർട്ടിയസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുക. ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐസോസയനേറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. സോഡിയം അസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അസൈൽ അസൈഡ് ഹീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മെക്കാനിസം അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെയിംഡ് റിയാക്ഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 15ഓളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ നോക്കിക്കാണാൻ എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്? B. ഒരു മാർക്ക് നമുക്ക് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്സ് ആണ്. ഈസി ആയിട്ട് ഫസ്റ്റ് 1 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ മെക്കാനിസം ഒന്നും നിങ്ങൾ നോക്കിക്കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്കീം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം.
അതുകൊണ്ട് ആ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കാണുക, റിയേജൻസ്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ്സ് മനസ്സിലാക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 65. ഇതെന്താണ്? യെസ്, ഇൻ എ ഫസ്റ്റ് ഓർഡർ എക്സ്റേ ഡിഫ്രാക്ഷൻ ബൈ എ ക്രിസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ബ്രാഗ്സ് ലോ ആണ്. ഇങ്ങനെയൊക്കെ ചോദ്യം വരികയാണെങ്കിൽ ബ്രാഗ്സ് ലോയുടെ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ഇവിടെ, വിച്ച് ഇസ് വാട്ട് എൻ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ അല്ലേ? അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. എൻ ഇസ് ഈക്വൽ ടു 1. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വെൻ ദ ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഡി ആണ്. ഈസ് ഈക്വൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേ. അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ മക്കളെ, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു വോട്ട് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നോക്കിയേ, സിംപ്ലി ഇതൊക്കെ പുട്ട് ചെയ്ത് കൊടുക്കുക. 1 ഇൻറ്റു ലാംഡ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലാംഡ സൈൻ തീറ്റ. ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഈ തീറ്റയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ലാംഡ ലാംഡ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വോട്ട് 1/2 അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു വോട്ട് 30 ഡിഗ്രി. യെസ്, അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? യെസ്, സൈൻ 30 ഇസ് ഈക്വൽ ടു 1/2. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 67. ദ നമ്പർ ഓഫ് സ്പേസ് ലാറ്റിസ് ആൻഡ് സ്പേസ് ഗ്രൂപ്പ്സ് ഫോർ മോണോക്ലിനിക് സിസ്റ്റം. നമ്മളൊരു ഷോർട്ട് ട്രിക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്പേസ് ലാറ്റിസ് കണ്ടുപിടിക്കാൻ. യെസ്, എന്തായിരുന്നു? 3 2 4 1 1 2 1. മോണോക്ലിനിക്കിൽ എന്തൊക്കെയാണ്? സിമ്പിളും എൻ സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസുമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 ആണ്. ആൻസർ എത്രയായിരിക്കും? മോണോക്ലിനിക്കിൽ എത്രയാണ്? 2 സ്പേസ് ലാറ്റിസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എന്തായിരിക്കും? സ്പേസ് ഗ്രൂപ്പ് എത്രയാണ്? 13. ഓപ്ഷൻ സി. അതേപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഏതാണ്? ഇവിടെ നോക്കിയേ, ട്രൈ ക്ലിനിക്കിൽ 1 ആണ്. അതേപോലെ ഓർത്തോറോംബിക്കിൽ എത്രയാണ്? 4 എണ്ണം ഉണ്ട് സ്പേസ് ലാറ്റിസ്. മനസ്സിലാക്കുക കേട്ടോ. യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 68. അറ്റ് സബ്ലിമേഷൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദി ഫേസ് ട്രാൻസിഷൻ ദ ഫ്രീ എനർജി ചേഞ്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. നോക്കി, ഫേസ് ചേഞ്ച് പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ദിസ് ഇസ് ആൻ ഇക്വിലിബ്രിയം പ്രോസസ് അല്ലേ? ഫേസ് ചേഞ്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി എപ്പോഴും എന്തായിരിക്കും? 0. അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി എന്താണ്? ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 69. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സെഷൻസിൽ ചെയ്തതാണ്. ഈ ചോദ്യം കൂടെ നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മക്കളെ, ഇവിടെ നോക്കിക്കോളെ, AB2 C2 എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. എന്തായിട്ട്? AB2 പ്ലസ് C2. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പ്രഷറിൻ്റെ ടേംസിലാണ്. അങ്ങനെയാകുമ്പോൾ കെ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കെ പി ഇസ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? പാർഷ്യൽ പ്രഷർ ഓഫ് AB2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് C2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് AB2 C2. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ പാർഷ്യൽ പ്രഷറിനെ എങ്ങനെ എഴുതാം നമുക്ക്? നോക്കിക്കോളെ, കെ പി ഇസ് ഈക്വൽ ടു, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് AB2 എന്ത് ചെയ്യുക? മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇതാണ് ഇവിടെ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പാർഷ്യൽ പ്രഷർ ഓഫ് PCl3യെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? മോൾ ഫ്രാക്ഷൻ ഓഫ് PCl3 ഇൻറ്റു ടോട്ടൽ പ്രഷർ. അങ്ങനെയാണ് ഞാനിവിടെ എഴുതുന്നത്. അതേപോലെ തന്നെ ബാക്കി എന്തുണ്ടാവും? ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് C2 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഓക്കെ, ഇൻറ്റു ടോട്ടൽ പ്രഷർ ഡിവൈഡഡ് ബൈ എന്ത് വരും? യെസ്, നമ്മുടെ റിയാക്റ്റൻറ്റ് വിച്ച് ഇസ് മോൾ ഫ്രാക്ഷൻ ഓഫ് AB2C2 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എത്ര കൊടുത്തിട്ടുണ്ട്? 5 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പി ടോട്ടൽ എത്രയാണ്? 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇനി എങ്ങനെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കും? യെസ്, ഇതേപോലെ നമ്മൾ ചെയ്യാം. ഓക്കെ, AB2C2 ഗിവ്സ് വോട്ട്? AB2 പ്ലസ് C2. ഞാൻ പറയുന്നു അറ്റ് ടൈം T is equal to 0-ൽ ഇത് 1 മോള്, ഇതെത്രയാണ്? 0 0 അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് മാത്രമായിരിക്കും, പ്രൊഡക്റ്റ് ഉണ്ടാവത്തില്ല. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10% ഡീകമ്പോസിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 10% ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10% ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 10/100 അല്ലേ മക്കളെ? അപ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് 0.1 അല്ലേ?
1 മൈനസ് 0.1. ഇത് 0.1 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 0.1 ഡിസോസിയേറ്റ് ചെയ്യും. ഇത് എത്രയായിരിക്കും? 0.1 ഡിസോസിയേറ്റ് ചെയ്യും. അതായത് നോക്കിക്കോളെ, ഇത് 0.9 ആയിരിക്കും അല്ലേ? നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 0.9. AB2 എത്രയാണ്? 0.1 മോള്. C2 എത്രയാണ്? 0.1 മോള്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും അറ്റ് ഇക്വിലിബ്രിയം? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യം നമ്മൾ 1 മോൾ എടുക്കുന്നു, 0 0. ഓക്കെ, ഇനീഷ്യലി ഒരു ഡിസോസിയേഷനും നടന്നിട്ടില്ല. ഇക്വിലിബ്രിയത്തിൽ 10%, അതായത് 0.1 മോള് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? റിയാക്ടൻറ്റ് 0.9 മോൾ ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 1 മോൾ എടുത്താൽ 1 മോൾ 1 മോൾ 1 മോൾ AB2 C2 ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ AB2 കിട്ടും, 1 മോൾ C2 കിട്ടും. അപ്പോൾ 0.1 മോൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും എന്തായിരിക്കും? 0.1 മോള് 0.1 മോൾ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? യെസ്, ഇവിടെ നോക്കി 0.9 പ്ലസ് 0.1 പ്ലസ് എന്ത് വരും? 0.1 ഇസ് ഈക്വൽ ടു വോട്ട്? 1.1 മോൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കിട്ടിയല്ലേ? ഇനി ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ KP ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, മോൾ ഫ്രാക്ഷൻ ഓഫ് AB2. മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് AB2 എത്രയാണ്? 0.1 അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1.1 ഇൻറ്റു എന്ത് വരും? 5 ഇൻറ്റു ഇനി എന്തായിരിക്കും? യെസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് C2. മോൾ ഫ്രാക്ഷൻ ഓഫ് C2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0.1 നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? യെസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 C2. AB2 C2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0.9 ബൈ 1.1 ഇൻറ്റു 5. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 5ഉം 5 ഒക്കെ ക്യാൻസൽ ചെയ്യുക. 1.1 ക്യാൻസൽ ചെയ്യുക. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ KP എന്ത് കിട്ടുമെന്ന് അറിയോ? 0.05. ഓക്കെ, 0.05 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, വിച്ച് ഇസ് ഓപ്ഷൻ എന്താണ്? എ. ഇതേപോലെയുള്ള ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടടാ. എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ്, പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചാൽ മതി, മോൾ ഫ്രാക്ഷനും നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കുക, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, കുറച്ചൊന്ന് കാൽക്കുലേഷൻ കുറച്ച് ചെയ്യാനുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ വേരിയൻസ് അറ്റ് കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്, വേരിയൻസ് അറ്റ് കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. 2 കമ്പോണൻറ്റ് സിസ്റ്റം ആസ് പെർ ദി കണ്ടൻസ്ഡ് ഇക്വേഷൻ ഓഫ് ഫേസ് റൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫേസ് റൂൾ എന്താണ്? നോർമൽ ഫേസ് റൂൾ എന്താണ്? വിച്ച് ഇസ് F ഇസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് എന്താണ്? 2 ആണ്. അതേസമയം കണ്ടൻസ്ഡ് ഫേസ് റൂൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 1 എന്നുള്ള ഫോർമുലയായിരിക്കും വരിക. ഓക്കെ, C മൈനസ് P പ്ലസ് 1. അപ്പോൾ നോക്കിക്കോളെ, നമ്മുടെ കമ്പോണൻറ്റ് എത്രയാണ്? ഇവിടെ നോക്കിക്കോളൂ, കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പോസിഷൻ ഓഫ് ദി ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എന്തായിരിക്കും? റിമെയിൻസ് ദ സെയിം ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ? 1 ആയിരിക്കും. ബിക്കോസ് കമ്പോസിഷൻ എന്താണ്? സെയിം ആണ്. ബിക്കോസ് കമ്പോസിഷൻ സെയിം ആണ്. ഇനി P ഓഫ് ഫേസ് വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. കാരണം എന്താണ്? സോളിഡും ഉണ്ട്, അതേപോലെ ലിക്വിഡും ഉണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നോക്കിക്കോ, F ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, 1 മൈനസ് 2 പ്ലസ് 1 എന്നുള്ള രീതിയിൽ വരും, വിച്ച് ഇസ് ഈക്വൽ ടു വോട്ട്? 0. ഓക്കെ, വേരിയൻസ് എത്ര വരും? യെസ്, 0. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ മനസ്സിലാക്കണം, കണ്ടൻസ്ഡ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F ഇസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 1. ഫേസ് 2 ആയിരിക്കും. എഫക്റ്റീവ് കമ്പോസിഷൻ സെയിം ആയതുകൊണ്ട് കമ്പോണൻറ്റ് എത്ര ആയിട്ട് എടുക്കുക? 1 ആക്കി എടുക്കുക. സോ നമ്മുടെ വേരിയൻസ് എത്ര വരും? 0 വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 71. ഇതേപോലത്തെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 73rd ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെൻഡേഴ്സൺ ഹേസൽവാൾട്ട് ഇക്വേഷൻ ആണ്
സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതുകൊണ്ടാണ് ഞാൻ ആൻസർ കീ ഡിസ്കഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയടാ. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, പി എച്ച് ഇസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. ഇത്ര കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. pKa തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ Ka തന്നിട്ടുണ്ട്. Ka എത്രയാണ്? 10⁻⁻⁷. അപ്പോൾ pKa എത്രയായിരിക്കും? pKa എത്രയായിരിക്കും? 7 അല്ലേ? pKa തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 7. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടു പ്രിപ്പയർ എ ബഫർ സൊല്യൂഷൻ വിത്ത് എ pH ഓഫ് 8. അപ്പോൾ pH എത്രയാണ് ഫോം ചെയ്യേണ്ടത്? ബഫറിൻ്റെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ബഫറിൻ്റെ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. pH ഇസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. ഹെൻഡേഴ്സൺ ഹൈസൽബാൾട്ട് ഇക്വേഷൻ. അപ്പോൾ pH 8 ഫോം ചെയ്യണം. pKa എത്ര തന്നിട്ടുണ്ട്? 7. നോക്കിക്കോളെ. പ്ലസ് ലോഗ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഈസ് വാട്ട്? 0.1 നോർമൽ. എത്രയാണ്? 0.1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. അപ്പോൾ നിങ്ങൾ പറയടാ, ഈ ലോഗിൻ്റെ വാല്യൂ എത്ര കിട്ടണം? ലോഗ് 10 എന്ന് കിട്ടണം അല്ലേ? കാരണം എന്താ? ഇത് 7 ആണ്. ഇത് 8 കിട്ടണമെങ്കിൽ ഈ വാല്യൂ നോക്കിക്കോളെ, ലോഗ് 0.1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്ന് പറയുന്ന വാല്യൂ എത്ര കിട്ടണം? യെസ്, 1 എന്ന് കിട്ടണം. അപ്പോൾ ഇത് 1 എങ്ങനെ കിട്ടുക? ഇവിടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്താൽ മതി? യെസ്, ദിസ് ഷുഡ് ബി 0.01 അല്ലേ? എങ്ങനെ? എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? നോക്കിയേ, കാരണം എന്താ? ഇവിടെ 10⁻⁻² ആണ്, ഇത് 10⁻⁻1 ആണ് അല്ലേ? 10⁻⁻1 ബൈ 10⁻⁻2 എന്ത് വരും? മുകളിലേക്ക് ലോഗ് 10 എന്ന് വരും, വിച്ച് ഇസ് ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാ? 1 ആണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ എന്തായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും, 0.01. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഡിഫ്യൂഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമിലർ ടൈപ്പ്, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം കേട്ടോ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? R1 ബൈ R2 ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ്. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഈ റേറ്റ് എന്ത് തരും? ഈ റേറ്റ് ഓഫ് ഡിഫ്യൂഷനോ എഫ്യൂഷനോ നമുക്ക് എന്തിൽ എക്സ്പ്രസ് ചെയ്യാം? വോളിയം ബൈ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കണ്ടോ, 100 ml ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എഫ്യൂസസ് ത്രൂ എ ടൈനി ഹോൾ ഇൻ 2 minutes. അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തത്. കണ്ടോ, ദ റേറ്റിനെ എന്ത് ചെയ്തു? വോളിയം ബൈ ടൈമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും? വോളിയം 100 ml ഓഫ് ഗ്യാസ് ആണല്ലേ? ഏത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ ആണ്. നോക്കി, 100 ml ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ വോളിയം ഓഫ് ഹൈഡ്രജൻ 100 ബൈ ടൈം എത്രയാണ്? 2 minutes അല്ലേ? വെൻ ദ സെയിം വോളിയം ഓഫ് ആൻ അൺനോൺ ഗ്യാസ് എ, അപ്പോൾ എത്രയായിരിക്കും? വോളിയം 100 തന്നെയാണ്. ഇൻ എഫ്യൂസസ് ഇൻ വോട്ട് 8 minutes ഈസ് ഈക്വൽ ടു മോളാർ മാസ് നമുക്കറിയാം അല്ലേ? M2ൻ്റെതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ R2 ആണ് ഇത്. ഓക്കെ, R1 ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാരാണ്? ഈ R1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എം ഓഫ് ഹൈഡ്രജൻ എന്ന് തന്നെ എനിക്കിവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഹൈഡ്രജൻ്റെ മോളാർ മാസ് എത്രയാണടാ? 2. ഓക്കെ, അപ്പോൾ ഞാനിത് ക്യാൻസൽസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 100ഉം 100ഉം എന്ത് ചെയ്യും? ക്യാൻസൽസ് ഔട്ട് ചെയ്യും. 8 മുകളിലോട്ട് പോവുകയാണെങ്കിൽ 4 ഇസ് ഈക്വൽ ടു അൺനോൺ ഗ്യാസിനെ M2 എന്ന് എഴുതുന്നു. ഇതെന്ത് എഴുതുന്നു? 2 എന്ന് എഴുതുന്നു. സ്ക്വയർ ചെയ്യുന്നു. M2 ബൈ 2 ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടുന്നു. M2 ഇസ് ഈക്വൽ ടു 32. ഏതായിരിക്കും? 32 മോളാർ മാസ് ആർക്കാണ്? ഓക്സിജൻ. സിമ്പിളായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. പക്ഷേ റേറ്റ് എന്താണ്? എല്ലാവരും പഠിപ്പിക്കുക ഇങ്ങനെയാണ്, റേറ്റ് ഇസ് ഈക്വൽ ടു M2 ബൈ M1. പക്ഷേ ഈ റേറ്റിനെ തന്നെ നമുക്ക് വോളിയം ബൈ ടൈം എന്നുള്ള രീതിയിൽ അവർ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കും. പക്ഷേ ആ രീതിയിലുള്ള ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 73. അസ്യൂമിങ് 20% വൈബ്രേഷണൽ കോൺട്രിബ്യൂഷൻ. യെസ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. 20% വൈബ്രേഷണൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, വാട്ട് കുഡ് ബി ദ എസ്റ്റിമേറ്റ് വാല്യൂ ഓഫ് CV ഫോർ ആര്? CO2. CO2 എന്താണ്? യെസ്, ലീനിയർ ട്രയറ്റോമിക് മോളിക്യൂൾ ആണ്. ലീനിയർ ട്രയറ്റോമിക് മോളിക്യൂൾ. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ലീനിയർ ട്രയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം യെസ്
വിച്ച് ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഇനി റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും അല്ലേ? ഇനി വൈബ്രേഷണൽ മോഡ് എത്രയായിരിക്കും ഇവരുടേത്? വൈബ്രേഷണൽ മോഡ് ഇസ് ഈക്വൽ ടു 3n-5 എന്ന് വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? n എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ 3 × 3 - 5 എന്ത് വരും? 4 എന്ന് വരും. പക്ഷേ ഇവിടെ നോക്കണം, വൈബ്രേഷണൽ മോഡ് കംപ്ലീറ്റ്ലി ആക്റ്റീവ് അല്ല. എത്രയാണ്? 20% മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 കിട്ടി, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 കിട്ടി, അതേപോലെ തന്നെ വൈബ്രേഷണൽ മോഡ് എത്ര ഉണ്ടെന്ന് മനസ്സിലായി? 4 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ CV ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് എന്താണ്? CV. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് CV എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ട്രാൻസ്ലേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ വിൽ ബി എന്താണ്? F/2R അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. 3/2R. അതേപോലെ തന്നെ റൊട്ടേഷണൽ എടുക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ വിൽ ബി എന്തായിരിക്കും? F/2R. എത്രയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? 2/2R വിച്ച് ഇസ് R. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി വൈബ്രേഷണൽ എന്തായിരിക്കും? വൈബ്രേഷണൽ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? 4R. ഓക്കെ, അപ്പോൾ 4R എന്ന് പറഞ്ഞാൽ പക്ഷേ കംപ്ലീറ്റ് ആണോ? 4R 100% ആണ്. ഇവിടെ എന്താണ്? 20% മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ 4R × 20%, 20/100 വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0.8R എന്ന് വരും. അപ്പോൾ ഇതിൻ്റെയും സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ എന്താണ്? കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് CV ആണ്. അപ്പോൾ സിംപ്ലി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. CV ഇസ് ഈക്വൽ ടു 3/2R പ്ലസ് R പ്ലസ് എന്തായിരിക്കും? 0.8R വിച്ച് ഇസ് ഈക്വൽ ടു 5/2R. ഓക്കെ, 5/2R പ്ലസ് എന്ത് വരും? 0.8R എന്ന് വരും. ഓക്കെ, ഈ 5/2R എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5/2R എന്ന് പറഞ്ഞാൽ 2.5R പ്ലസ് 0.8R. നോക്കണേ, 5/2 എന്ന് പറഞ്ഞാൽ 2.5R പ്ലസ് 0.8. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് 3.3R എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ C. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 74. When 1 mole of hydrogen gas, van der Waals equation can be rearranged as. അപ്പോൾ van der Waals gas equation എന്താണ്? P plus A n² into V minus NB is equal to nRT എന്നുള്ളതാണ് van der Waals gas equation. n എത്രയാണ്? 1 mole. അപ്പോൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. ഇനി ഇവിടെ നോക്കിക്കോളെ, AB. A എന്ന് പറഞ്ഞാൽ പ്രഷർ കറക്ഷൻ ടേം, B എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം കറക്ഷൻ ടേം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഈസ് പ്രഷർ കറക്ഷൻ ടേം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ഇഗ്നോർ ചെയ്യാൻ പറ്റുക? A ആണോ B ആണോ? നിങ്ങൾ നോക്കിയേ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ മോളിക്യൂളാണ്. അങ്ങനെയാണെങ്കിൽ ഈ A ഇവിടെ എന്താണ്? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഇഗ്നോർ ചെയ്യാൻ പറ്റും. പക്ഷേ ബിയെ കമ്പയർഡ് ടു A, B കമ്പയറിങ് ടു A നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നോക്കിയേ, P × V - B is equal to RT. എന്നിനെ ഞാൻ എന്താക്കി എടുക്കുന്നു? 1 ആക്കി എടുക്കുന്നു. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? PV - PB is equal to RT എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഓപ്ഷൻ D. ഓക്കെ, അപ്പോൾ ഇവിടെ A നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും, കാരണം ഹൈഡ്രജൻ വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും, ഇഗ്നോർ ചെയ്യാൻ പറ്റും. പക്ഷേ B സൈസിനെ നമുക്ക് അത്രത്തോളം ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഓപ്ഷൻ D കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നൗ 75. വിച്ച് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് എന്തായിരിക്കും? 0 ആകും. ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 75B. Now, question number 76. Which in the following is basic in aqueous solution എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ C ആയിരിക്കും. എന്തുകൊണ്ടാണ്? CH3COO - K+ ആണ് അല്ലേ? ഇതിനെ
അക്വസ് സൊല്യൂഷനിൽ വാട്ടറിൽ നിങ്ങൾ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? CH3COOH കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? KOH കിട്ടും അല്ലേ? H+ഉം OH- ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ CH3COH എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ആസിഡ് ആണ്. KOH എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ ഇൻ എഫക്റ്റ് ഈ സൊല്യൂഷൻ എന്തായിരിക്കും? യെസ്, ബേസിക് ആയിരിക്കും. കാരണം ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെന്തായിരിക്കും? യെസ്, ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 76 എന്തായിരിക്കും? ഓപ്ഷൻ സി. ഒരുപാട് പിള്ളേർ NH4Br എഴുതിയിട്ടുണ്ട്, NH3 ഒക്കെ ഫോം ചെയ്തു എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതല്ല ആൻസർ കേട്ടോ. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. വാട്ട് വിൽ ബി ദി അപ്രോക്സിമേറ്റ് pH ഓഫ് ദ സൊല്യൂഷൻ? യെസ്, നല്ല ക്വസ്റ്റ്യൻ. pH ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ pH ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ അറിയണം അല്ലേ? ഇതറിയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? -log H+ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ pH കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് 50 ml ഓഫ് ഈച്ച് ഓഫ് 0.04 മോളാർ KOH. അപ്പോൾ നോക്കിക്കോളെ, 50 ml. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 50 × 10⁻³ ഓക്കെ, ഇൻറ്റു മോളാർ എത്രയാണ്? 0.04 മോളാർ. ഓക്കെ, ആൻഡ് ഇവിടെ എത്രയാണ്? 50, സെയിം വോളിയമാണ്. ഓക്കെ, 50 ml ഓഫ് എന്താണ്? 0.03 മോളാർ H2SO4. ഓക്കെ, ഇവിടെ എന്താണ്? ഇത് KOH ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ഉം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ഉം OH- കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലേ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് KOH എത്രയായിരിക്കും? നിങ്ങൾ പറഞ്ഞേ. ഇതാണ് നിങ്ങളുടെ വോളിയം, ഇതാണ് വോളിയം, ഇതാണ് മൊളാരിറ്റി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 50 × 10⁻³ ഇതാണ് വോളിയം. ഓക്കെ, മൊളാരിറ്റി എത്രയാണ്? മൊളാരിറ്റി കൊടുത്തിരിക്കുന്നത് 0.04 ആണ്. അതായത് 4 × 10⁻². ക്ലിയർ? അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? 50 × 4 എന്തായിരിക്കും? 200 × 10⁻⁵ അല്ലെങ്കിൽ 2 × 10⁻³ മോൾ. എന്ത്? 10⁻³ മോൾ ഓഫ് KOH. അപ്പോൾ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് OH-, നമ്പർ ഓഫ് മോൾസ് ഓഫ് OH- എത്രയായിരിക്കും? യെസ്, 1 മോൾ KOH ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 മോൾ OH- കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് OH- എത്രയായിരിക്കും ഇവിടെ? 2 × 10⁻³ മോൾ ഓഫ് OH-. ഇനി ഇതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4. അപ്പോൾ വോളിയം എത്രയാണ്? വോളിയം ഇസ് 50 × 10⁻³ വോളിയം ഇൻറ്റു മൊളാരിറ്റി. മൊളാരിറ്റി എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 0.03. ഓക്കെ, സോ വി ആർ റൈറ്റിംഗ് 0.03. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇതിനെ 0.03 നിങ്ങൾ എന്ത് എഴുതിക്കോളൂ? 3 × 10⁻². ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 150 × 10⁻⁵. അല്ലെങ്കിൽ നമുക്ക് 15 × 10⁻⁴ മോൾസ് ഓഫ് H2SO4, മോൾസ് ഓഫ് H2SO4 എന്ന് എഴുതാം. പക്ഷേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് H+. അപ്പോൾ എന്തായിരിക്കും? 1 മോൾ H2SO4 എത്ര മോൾ H+ തരും? യെസ്, 2 മോൾ H+ തരും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 15 × 10⁻⁴ ഇൻറ്റു 2 എന്ന് വരും, വിച്ച് ഇസ് എന്തായിരിക്കും? 3 × 10⁻³ മോൾ ഓഫ് H+. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 × 10⁻³ മോൾ. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് OH- എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് OH-. ഓക്കെ, എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? 2 × 10⁻⁻3. 2 × 10⁻⁻3. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്ത് പോകും. കുറച്ച് എച്ച് പ്ലസും കുറച്ച് OH മൈനസും ന്യൂട്രലൈസ് ചെയ്ത് പോകും. ബാക്കി എത്ര എച്ച് പ്ലസ് ഉണ്ട് അതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് പ്ലസ് എത്രയായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി 1 × 10⁻³ മോൾ ഓഫ് എന്തായിരിക്കും? മോൾസ് ഓഫ് എച്ച് പ്ലസ്. ഓക്കെ, ഇനിയാണ് കാര്യം നോക്കിക്കോളെ. ഇവിടെ നമ്മൾ പി എച്ച് കണ്ടുപിടിക്കണം അല്ലേ? പി എച്ച് ഇസ് ഈക്വൽ ടു വോട്ട്? മൈനസ് ഓഫ് ലോഗ് എച്ച് പ്ലസ്. നോക്കണം, എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണോ? അല്ല, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് പ്ലസ് ആണ്. കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം, ലിറ്റർ ഓഫ് വോളിയം. വോളിയം എത്രയാണ്? 50 ml KOH ഉം 50 ml എന്തുമാണ് എടുത്തിരിക്കുന്നത്? H2SO4 which is 100 ml എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 × 10⁻³ ലിറ്റർ which is 0.1 ലിറ്റർ അല്ലേ? അപ്പോൾ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം. അതായത് പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടിയിരിക്കുന്നത്? 10⁻³ യെസ്, 10⁻³ ഡിവൈഡഡ് ബൈ വോട്ട്? 10⁻⁻1. അപ്പോൾ എന്തായിരിക്കും? യെസ്, മൈനസ് ഓഫ് ലോഗ് 10⁻² എന്ന് കിട്ടും വിച്ച് ഇസ് എന്തായിരിക്കും? യെസ്, 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ലെങ്തി ഒന്നല്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. എത്രയാണ് ചെയ്തത്? KOHൻ്റെയും H2SO4ൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എത്രത്തോളം എച്ച് പ്ലസ് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി എത്രയാണ്? 10⁻³ മോൾ ഓഫ് എച്ച് പ്ലസ് ആണ്. എന്നിട്ട് നമ്മൾ കോൺസെൻട്രേഷനിൽ ഇട്ട് കൊടുക്കുന്നു. കോൺസെൻട്രേഷൻ എത്രയാണ്? 0.1 ലിറ്റർ ആണ്. ജസ്റ്റ് കണ്ടുപിടിക്കുന്നു pH 2. ഓക്കെ, ഇനി കാർനോട്ട് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വർക്ക് ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ തരികയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1. ഹോട്ട് റിസർവോയറിൻ്റെയും കോൾഡ് റിസർവോയറിൻ്റെയും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2 എത്രയാണ്? 600 ആണ്. T1 1200 ആണ്. അങ്ങനെയാകുമ്പോൾ ഇതെന്ത് വരും? 1200 - 600/1200 എത്ര വരും? യെസ്, ദാറ്റ് വിൽ ബി 600/1200 1/2 എന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 0.5. ഓക്കെ, ഇനി വർക്ക് ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഈ എഫിഷ്യൻസി ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? യെസ്, ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1500 ജൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളെ, ഈറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വർക്ക് ഔട്ട്പുട്ട് എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണ്? 1500. ഇതെത്രയാണ്? ഈറ്റ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എഫിഷ്യൻസി എത്രയാണ്? 0.5. ഇറ്റ് ഈസ് 0.5. അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് എത്രയായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഇതാ ഇവിടെ എഴുതാം കേട്ടോ. വർക്ക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1500 × 0.5 എന്ത് വരും? 750 ജൂൾ എന്ന് വരും. ഇപ്പോൾ രണ്ട് ഇക്വേഷനാണ് അറിയേണ്ടത്. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 - T2/T1 എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്. 79 ഇൻ ജൂൾ തോംസൺ എക്സ്പാൻഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻസ് കോൺസ്റ്റന്റ്? എൻതാൽപ്പിയാണ് അല്ലേ? ഐസോ എൻതാൽപിക് പ്രോസസ് ആണ്. ആൻഡ് ദി ഫൈനൽ വൺ ഫോർ എ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് അല്ലേ? റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്? ലിറ്റർ² മോൾ റേസ് ടു -2 സെക്കൻഡ് ഇൻവേഴ്സ്. വാട്ട് ഈസ് ദി ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ഡയറക്ട്ലി 1 2 3 ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 0ഉം 1ഉം 2ഉം ജനറൽ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾ ലിറ്റർ റേസ് ടു 1 - n ടൈം റേസ് ടു എന്ത് കഴിയുക? -1. ഓക്കെ, അപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടണം? ലിറ്റർ² ആണ് കിട്ടണത് അല്ലേ? അപ്പോൾ ലിറ്റർ² എന്ന് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കണം? യെസ്, ലിറ്റർ² കിട്ടണമെങ്കിൽ ഈ n വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയി ഇതേ കോൺസെപ്ച്വൽ രീതിയിൽ കേരാഫിഡിനൊക്കെ ചോദിക്കാം. നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സെഷൻസും ഞാൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.